ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. 33 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചതിൽ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഹിസ്ബുള്ള. ലെബനോൺ അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ച് കരയുദ്ധത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇസ്രായേലിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരിടവുമില്ലെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. കരയുദ്ധത്തിനുള്ള സാഹചര്യമൊരുക്കുകയാണ് ഇതോടെ ഇസ്രായേൽ. കൂടുതൽ ആയുധവും സൈന്യവും വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. 1982 ലെബനനിലേക്ക് ഇസ്രായേൽ കടന്നുകയറിയപ്പോൾ പ്രതിരോധ സംഘടനയെന്ന നിലയിലാണ് ഹിസ്ബുള്ളയുടെ പിറവി. 32 വർഷക്കാലം ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുള്ള എന്ന തലവനെ തീർത്തതോടെ അപ്രാപ്യമായതൊന്നുമില്ലെന്നാണ് ഇസ്രായേലിന്റെ പുതിയ പടപ്പുറപ്പാടിന്റെ പിന്നിൽ. ഹിസ്ബുള്ളയെ വളർത്തിയ ഇറാനെയാണ് ഹസൻ നസ്രുള്ളയുടെ വധം ഏറെ ബാധിക്കുക. ഹിസ്ബുള്ളയ്ക്കായുള്ള ആയുധ, സൈനിക, സാമ്പത്തിക സഹായം നൽകിയ ഇറാൻ തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനാൽ തന്നെ ഇസ്രായേലിന് കടന്നുകയറാൻ സാധിക്കാത്ത ഒരിടവും ഇറാനിലില്ലെന്ന പരസ്യമായ താക്കീതും ഇറാന് ഇസ്രായേൽ നൽകുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയെ ഇസ്രായേലിനെ ഭയന്ന് രഹസ്യകേന്ദ്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഹസൻ നസ്രുള്ള വധത്തെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി. നീതി നടപ്പിലായെന്നാണ് ബൈഡൻ നസ്രുള്ളയുടെ വധത്തെ ന്യായീകരിച്ച് പറഞ്ഞത്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സൈനിക സഹായം നൽകുന്ന രാജ്യമായ അമേരിക്കയുടെ നയവും ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഇസ്രായേലികളെയും അമേരിക്കക്കാരെയും കൊലപ്പെടുത്തിയ ഹിസ്ബുള്ളയുടെ സ്കോർ പരിഹരിച്ചെന്നാണ് നെതന്യാഹു പറയുന്നത്. ഹിസ്ബുള്ള നേതൃനിരയെ തന്നെ ഇല്ലാതാക്കിയ ഇസ്രായേലിനെതിരെ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തിരിച്ചടി നൽകിയില്ലെങ്കിൽ ഹിസ്ബുള്ള പശ്ചിമേഷ്യയിൽ അപ്രസക്തമാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.